വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മള് കേരളത്തിലെ ജില്ലകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കണേ. 2 ജില്ലകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തു, കണ്ണൂര് അതുപോലെ തന്നെ കാസർഗോഡ്. ഇന്ന് വയനാട് ജില്ലയെ പഠിക്കണേ. അപ്പൊ ഞാൻ ഓരോ ദിവസവും തുടക്കം പറയാറുള്ളത് പോലെ ഇന്നും പറയാണ്. അതായത് മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ നമ്മളിപ്പോ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ ദേശീയോദ്യാനം, നദികള്, അങ്ങനെ കുറേയധികം ടോപ്പിക്കുകള് കേരള ഫാക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയാത്ത കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്താനാണ് ഞാൻ ശ്രമിക്കുന്നത്. ചിലതൊക്കെ പറഞ്ഞതും കൂടി ഉൾപ്പെടും. കാരണം എന്തുകൊണ്ടാണെങ്കിൽ എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ജില്ലയുടെ ക്ലാസ് വലിയൊരു ക്ലാസ് ആയിട്ട് മാറും. അപ്പൊ നിങ്ങൾക്ക് അത് ബോറാവും. അപ്പൊ അതുകൊണ്ട് പരമാവധി ചുരുക്കി അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോവാം. അപ്പൊ കേരളത്തിൽ 12ാമതായിട്ട് രൂപീകൃതമായിട്ടുള്ള ജില്ലയാണ് വയനാട്. 1980 നവംബർ 1-നാണ് കേരളത്തിലെ വയനാട് ജില്ല ഫോം ചെയ്തത്. അപ്പൊ വയനാട് ജില്ല നിലവിൽ വന്ന വർഷം എന്നാണ്? 1980 നവംബർ 1. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റയാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക എന്താണ്, സ്വന്തം പേരില് ആസ്ഥാനം ഇല്ലാത്ത കേരളത്തിലെ ജില്ല. അതുപോലെ തന്നെയാണ് ഇടുക്കിയുടെ ആസ്ഥാനം പൈനാവാന്ന് നമ്മൾ പഠിക്കും. അപ്പൊ ഇടുക്കിക്കും വയനാടിനൊന്നും എന്തില്ല, സ്വന്തം പേരില് ജില്ലാ ആസ്ഥാനങ്ങളില്ല. അപ്പൊ സ്വന്തം പേരിൽ ജില്ലാ ആസ്ഥാനം ഇല്ലാത്ത ഒരു ജില്ലയാണ് വയനാട്. വയനാടിന്റെ ജില്ലാ ആസ്ഥാനം കൽപ്പറ്റയാണ്. 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് അല്ലെങ്കിൽ ജില്ലയാണ് വയനാട്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്നു. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന താലൂക്കിന്റെ പേര് ചോദിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സുൽത്താൻ ബത്തേരിയാണ് പറയും. അപ്പൊ തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ജില്ല വയനാടും, തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ പ്രദേശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ താലൂക്ക് എന്ന് പറയുന്നത്, താലൂക്കാണ് കുറച്ചും കൂടെ നല്ലത്. താലൂക്ക് എന്ന് പറയുന്നത് 2 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക താലൂക്ക് എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരിയാണ്. ഈ സുൽത്താൻ ബത്തേരി പണ്ട് കാലത്ത് ഗണപതി വട്ടം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. പണ്ട് കാലത്ത് സുൽത്താൻ ബത്തേരിയുടെ പേരെന്തായിരുന്നു? ഗണപതി വട്ടം എന്നായിരുന്നു. അതുപോലെ തന്നെ ആദിവാസികളായിട്ടുള്ള കിടങ്ങർ എന്ന് പറയുന്ന ആദിവാസികളുണ്ട്. കുറേയധികം ആദിവാസികൾ വയനാട് ജില്ലയിലുണ്ട്. വയനാട് ജില്ലയിലെ ആദിവാസികൾ അത്യാവശ്യം പണിയർ, അതുപോലെ തന്നെ കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടന്, അടിയാന് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ്. പ്രധാനമാണ്, നമ്മൾ ഓർത്തു വെക്കണം. കാരണം ഓരോ ആദിവാസി വിഭാഗങ്ങൾ തന്നിട്ട് ഇവരെ എവിടെ താമസിക്കുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ വയനാട് ജില്ലയിൽ പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടൻ, അടിയാൻ എന്ന് പറയുന്നൊക്കെ എന്തുണ്ട്, ആദിവാസി വിഭാഗങ്ങളുണ്ട്. അതില് കിടങ്ങർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് ഈ ഗണപതി വട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് ഉള്ളത് കൊണ്ട് കിടങ്ങനാട് എന്നും ഗണപതി വട്ടത്തിന് വേറൊരു പേരുണ്ട്. അപ്പൊ കിടങ്ങനാട് എന്നറിയപ്പെടുന്ന പ്രദേശവും ഏത് തന്നെയാണ്? ഗണപതി വട്ടം തന്നെയാണ്. അതായത് ഗണപതി വട്ടം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് എന്താണ്? സുൽത്താൻ ബത്തേരി. അപ്പൊ സുൽത്താൻ ബത്തേരി പണ്ട് കാലത്ത് ഗണപതി വട്ടം എന്നറിയപ്പെട്ടിരുന്നു. ഗണപതി വട്ടം കിടങ്ങനാട് എന്നറിയപ്പെട്ടിരുന്നു. കിടങ്ങനാട് എന്നറിയപ്പെടാൻ കാരണം എന്താ വെച്ചാൽ കിടങ്ങർ എന്ന് പറയുന്ന ആദിവാസി വിഭാഗത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണ്. വയനാട് ജില്ലയില് ഏറ്റവും വലിയ പട്ടണത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ സുൽത്താൻ ബത്തേരിയ പറയാം. ഏറ്റവും വലിയ പട്ടണം ഏതാണ്? സുൽത്താൻ ബത്തേരി. സുൽത്താൻ ബത്തേരിയിൽ ഒരു വാച്ച് ടവർ ഒക്കെ ഉണ്ട്. അത് ടിപ്പു സുൽത്താനാണ് നിർമ്മിച്ചത്. സുൽത്താൻ ബത്തേരിയിലെ വാച്ച് ടവർ നിർമ്മിച്ചത് ആരാണ്? ടിപ്പു സുൽത്താനാണ് എന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി വയനാട് പണ്ട് കാലത്ത് പുറൈക്കീഴിനാട് എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പൊ പുറൈക്കീഴിനാട് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഏത്? വയനാട്. അപ്പൊ വയനാട് ജില്ല പുറൈക്കീഴിനാട് എന്നറിയപ്പെട്ടിരുന്നു. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗങ്ങൾ അല്ലെങ്കിൽ പട്ടികവർഗക്കാർ അല്ലെങ്കിൽ ഗിരിവർഗക്കാർ കൂടുതൽ കാണപ്പെടുന്നത് വയനാട് ജില്ലയിലാണ്. വളരെ പ്രധാനമാണ്. ഏറ്റവും കൂടുതൽ ആദിവാസി വിഭാഗങ്ങൾ കാണപ്പെടുന്നു, പട്ടികവർഗക്കാർ കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഗിരിവർഗക്കാർ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അങ്ങനെയുള്ള ആദിവാസി വിഭാഗങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ പണിയർ, കുറിച്യർ, കാട്ടുനായ്ക്കർ, കാടര്, അടിയാര് തുടങ്ങിയവ. കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതെന്ന് ചോദിച്ചാൽ വയനാട് ജില്ലയിലെ പണിയർ വിഭാഗമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം പണിയർ വിഭാഗമാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തില് നമ്മുടെ വയനാട് ജില്ലയില് അടിയാൻ വിഭാഗത്തിലുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരു നൃത്തരൂപമുണ്ട് അല്ലെങ്കിൽ ഒരു കലാരൂപമുണ്ട്. ആ കലാരൂപത്തിന്റെ പേര് ഗദ്ദിക എന്നാണ്. അപ്പൊ ഗദ്ദിക കലാരൂപം വളരെ പ്രധാനമാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഗദ്ദിക നശിപ്പിക്കുക എന്നാണ് ഗദ്ദിക എന്നുള്ള വേർഡിന്റെ ഒക്കെ മീനിങ്. അപ്പൊ മരണവേളകളിലൊക്കെ ഈ കലാരൂപം അവതരിപ്പിക്കും വയനാട് ജില്ലയിലെ ഈ അടിയാൻ വിഭാഗങ്ങളുടെ ഇടയിൽ. അപ്പൊ ഈ ഗദ്ദികയെ 4 ആൾ അറിയുന്ന ഒരു കലാരൂപമാക്കി മാറ്റിയത് നമ്മുടെ കേരള ഫോക്ലോർ അക്കാദമിയുടെ ചെയർമാൻ പദവിയിലൊക്കെ ഇരുന്നിട്ടുള്ള PK കാളൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ഗദ്ദിക കലാരൂപത്തെ കുറിച്ചും കൂടി പ്രശസ്തിയിലേക്ക് എത്തിച്ചത് ആര് എന്ന്
ചോദിച്ചു കഴിഞ്ഞാൽ PK കാളന എന്ന് പറയാം. അപ്പൊ ഗദ്ദിക കലാരൂപം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയിലാണ്. അതുപോലെ തന്നെ കേരളത്തിന്റെ ഊട്ടി എന്നൊരു വിളിപ്പേരും കൂടി ആർക്കുണ്ട്? വയനാട് ജില്ലയ്ക്കുണ്ട്. അപ്പൊ കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയാണെന്ന് നമുക്ക് പറയാം. വയനാട് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട കുറേയധികം വിനോദസഞ്ചാര കേന്ദ്രങ്ങളുണ്ട്. അതിൽ കുറുവ ദ്വീപ് പെടും, പൂക്കോട് തടാകം പെടും, എടയ്ക്കൽ ഗുഹ പെടും, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങളായ മീൻമുട്ടി വെള്ളച്ചാട്ടം, സൂചിപ്പാറ വെള്ളച്ചാട്ടം, വയനാട് ജില്ലയിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ചെമ്പ്ര കൊടുമുടി, ഇതൊക്കെ അതുപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ബാണാസുര സാഗർ ഡാം, ഇതൊക്കെ തന്നെ വയനാട് ജില്ലയ്ക്ക് എന്താണ് പേരും പെരുമയും കൊടുക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോ ബാണാസുര സാഗർ ഡാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ ഡാമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. കേരളത്തിലെ തന്നെ ഏക പ്രകൃതിദത്ത അണക്കെട്ട് എന്ന് നമുക്ക് ബാണാസുര സാഗർ അണക്കെട്ടിനെ വിശേഷിപ്പിക്കാം. വളരെ പ്രധാനമാണ്. ഇനി ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാം ഏതാണെന്ന് ചോദിച്ചു, ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ എർത്ത് ഡാം ചോദിച്ചു കഴിഞ്ഞാലും ബാണാസുര സാഗർ ഡാമാണ്. ബാണാസുര സാഗർ ഡാം നിർമ്മിച്ചിരിക്കുന്നത് കബനി നദിക്ക് കുറുകെയാണ് എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാടം കാണപ്പെടുന്ന അണക്കെട്ട് ഏതാണ്? ബാണാസുര സാഗർ അണക്കെട്ടാണ്. അപ്പൊ ഇന്ത്യയിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ടാണ്, പ്രകൃതിദത്ത അണക്കെട്ടാണ്, കേരളത്തിലെ ഏഷ്യയിലെ രണ്ടാമത്തെ എർത്ത് ഡാമാണ്. ഇത് കബനി നദിക്ക് കുറുകെയാണ് അല്ലെ. അതുപോലെ തന്നെ ഒഴുകുന്ന സൗരോർജ പാടം, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ പാടവും ബാണാസുര സാഗർ ഡാമിനോട് ചേർന്നാണ് കാണപ്പെടുന്നത്. ഇനി ഈ സൂചിപ്പാറ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് നേരത്തെ. മീൻമുട്ടി വെള്ളച്ചാട്ടം, ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇനി അടുത്തത് വയനാട് ജില്ലയിലാണ് പഴശ്ശിരാജ മെമ്മോറിയൽ കാണപ്പെടുന്നത്, മാനന്തവാടിയില്. അതുപോലെ തന്നെ പഴശ്ശി കോളേജും ഉണ്ട് പുൽപ്പള്ളിയില്, വയനാട് ജില്ലയില്. ഓർത്തു വെക്കണം, വയനാട് ജില്ലയില് രണ്ട് കാര്യങ്ങൾ പഴശ്ശിരാജവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന്റെ മെമ്മോറിയൽ കാണപ്പെടുന്നു വയനാട് ജില്ലയിൽ മാനന്തവാടി. അടുത്തത് പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലാണ് കേട്ടോ. ഇനി അടുത്തത്, കേരളത്തില് സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയലാണ്. കേരളത്തില് ആധാർ രജിസ്ട്രേഷൻ നടപ്പിലാക്കിയ ആദ്യത്തെ പഞ്ചായത്ത് അമ്പലവയലാണ്. അപ്പൊ കാപ്പി, ഇഞ്ചി അതൊക്കെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നത് നമ്മുടെ ഈ വയനാട് ജില്ലയിലാന്ന് പറയും. അപ്പൊ ഇഞ്ചി ഗവേഷണ കേന്ദ്രം കാണപ്പെടുന്നത് ഈ അമ്പലവയൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ, ഇഞ്ചി ഗവേഷണ കേന്ദ്രം. അതുപോലെ തന്നെ വയനാട് ഹെറിറ്റേജ് മ്യൂസിയവും അമ്പലവയലിലാണ്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സ്റ്റേഷൻ ഫോർ ഹൈ റേഞ്ച് സോൺ സ്ഥിതി ചെയ്യുന്നതും അമ്പലവയലിലാണ്. അപ്പോ കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയലിലാണ്, വയനാട് ഹെറിറ്റേജ് മ്യൂസിയം കാണപ്പെടുന്നു അമ്പലവയലിലാണ്, റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ ഫോർ ഹൈ റേഞ്ച് സോണിന്റെ ആസ്ഥാനവും എവിടെ തന്നെയാണ്? അമ്പലവയൽ തന്നെയാണെന്ന് ഓർത്തുവെക്കണം. ഇനി കേരളത്തില് ആദ്യമായിട്ട് ഒരു ബാഗ് ഫ്രീ സ്കൂൾ, എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തരിയോട് SLV സ്കൂളാണ്. എവിടെയാന്ന്? വയനാട് ജില്ലയിൽ കേട്ടോ. അപ്പൊ വയനാട് ജില്ലയിലെ തരിയോട് SLV സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ ബാഗ് ഫ്രീ സ്കൂള്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് ഏതാണ്? മീനങ്ങാടി. കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി. കേരളത്തിൽ ആദ്യത്തെ പുകരഹിത ഗ്രാമം ഏതാണ്? പനമരം. ഇതൊക്കെ പ്രധാനമാണ്, ഒക്കെ വയനാട് ജില്ലയിലെ പ്രദേശങ്ങളാണ്. കേരളത്തിൽ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ്ലെസ് ബേർഡ് സ്റ്റഡി സെന്റർ നിലവിൽ വന്നത് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റ്ലെസ് ബേർഡ് സ്റ്റഡി സെന്റർ നിലവിൽ വന്നത് പൂക്കോടാണ്, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ. അപ്പൊ കേരളത്തിൽ പൂക്കോട് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ കേരളത്തിൽ ആദ്യത്തെ ഫ്ലൈറ്റ്ലെസ് ബേർഡ് സ്റ്റഡി സെന്റർ നിലവിൽ വരുന്നു. ഇനി കേരളത്തിൽ ആദ്യമായി ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥാപിച്ചത് വയനാട് ജില്ലയിലാണ്. കേരളത്തിൽ ആദ്യമായിട്ടൊരു ട്രൈബൽ മെഡിക്കൽ കോളേജ് നിലവിൽ വന്നത് വയനാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ജില്ലയിൽ പടിഞ്ഞാറേത്തറ എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലെ 2 ഗ്രാമങ്ങളാണ്. ഒന്ന് കുറ്റ്യം വയൽ ഗ്രാമവും അടുത്തത് കാപ്പിക്കാലം ഗ്രാമവും. കുറ്റ്യം വയൽ ഗ്രാമം, കാപ്പിക്കാലം ഗ്രാമം തുടങ്ങിയ പടിഞ്ഞാറേത്തറ പഞ്ചായത്തിലെ, വയനാട് ജില്ലയിലെ പടിഞ്ഞാറേത്തറ പഞ്ചായത്തിലെ 2 ഗ്രാമങ്ങൾ ഇന്ത്യയിലെ ആദ്യത്തെ റെഡ് ക്രോസ് ഗ്രാമങ്ങൾ എന്ന പദവി നേടുകയുണ്ടായി.
കേരളത്തിൽ ആദ്യമായിട്ട് ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യ ജില്ല ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ലയാണ്. കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ആദ്യത്തെ ജില്ല വയനാട് ജില്ലയാണ്. അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായി നമ്മൾ കാർബൺ ന്യൂട്രൽ വില്ലേജ് മീനങ്ങാടി പറഞ്ഞു, കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് ആരംഭിച്ചതും വയനാടാണ്. കേരളത്തിൽ ആദ്യമായിട്ട് കാർബൺ ന്യൂട്രാലിറ്റി പ്രോജക്റ്റ് ആരംഭിച്ച ജില്ലയും വയനാട് ജില്ലയാണ് എന്ന് ഓർത്തുവെക്കണം. നെക്സ്റ്റ് വൺ, കിഴങ്ങുവിള ഗവേഷണത്തിനു വേണ്ടിയിട്ട് കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏത് എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ പറയേണ്ടത് എടവക എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്താണ് വയനാട്. അപ്പൊ കിഴങ്ങുവിള ഗവേഷണത്തിനായി കേരളത്തിൽ ആദ്യമായി ജൈവ വൈവിധ്യ രജിസ്റ്റർ തയ്യാറാക്കിയ ഗ്രാമപഞ്ചായത്ത് വയനാട് ജില്ലയിലെ എടവക ഗ്രാമപഞ്ചായത്താണ് എന്ന് ഓർത്തുവെക്കുക. അതുപോലെ തന്നെ ജൈവ വൈവിധ്യ പദ്ധതിയിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് വയനാട്. വളരെ ആൾക്കാരുടെ എണ്ണം കുറവാണ് ഇവിടെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടത്താൻ കുറച്ചും കൂടി എളുപ്പമാണ്. കേരളത്തിൽ ജൈവ വൈവിധ്യ പദ്ധതിയിൽ എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിയ ആദ്യത്തെ ജില്ല കൂടിയാണ് വയനാട് ജില്ല. അപ്പൊ വയനാട് ജില്ല പറയുമ്പോൾ കേരളത്തിൽ ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലാണ്. അപ്പൊ ഞാൻ നേരത്തെ കുറവ് പറഞ്ഞ കാരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകൾ വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് നഗരവാസികൾ വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകൾ വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറച്ച് തൊഴിൽ രഹിതരും വയനാട് ജില്ലയിലാണ്. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മൾ ഏറ്റവും കുറവ് റവന്യൂ വില്ലേജ് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് നിയമസഭാ മണ്ഡലങ്ങൾ വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകൾ വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് സർക്കാർ സ്കൂളുകൾ വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറച്ച് തൊഴിൽ രഹിതരുള്ളത് വയനാട് ജില്ലയിലാണ്. ഏറ്റവും കുറവ് നഗരവാസികൾ കാണപ്പെടുന്നതും വയനാട് ജില്ലയിലാണ് എന്ന് ഓർത്തുവെക്കണം. ഇനി അതുപോലെ തന്നെ ആനകള് കൃഷിയിടങ്ങളിൽ കടക്കുന്നത് തടയാൻ, നമുക്കറിയാം ധാരാളം ആനകളുള്ള ഒരു ജില്ലയാണ് വയനാട് ജില്ല. അങ്ങനെ ആനകള് കൃഷിയിടങ്ങളിൽ വരുന്നത് തടയാനായിട്ട് ഇലക്ട്രിക് ലൈവ് ഫെൻസിങ് ആദ്യമായി നടപ്പിൽ വരുത്തിയത് വയനാട് ജില്ലയില് തൊൽപ്പെട്ടി എന്ന് പറയുന്ന റേഞ്ചിലാണ്. അതായത് ഇലക്ട്രിക് ലൈവ് ഫെൻസിങ് എന്ന് പറഞ്ഞ ആനകൾ കൃഷിയിടങ്ങളിൽ കടക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ആദ്യം കൊണ്ടുവന്നത് എവിടെയാണ്? തൊൽപ്പെട്ടി റേഞ്ചിലാണ് എന്ന് ഓർത്തുവെക്കുക കേട്ടോ. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഗിരിവർഗക്കാർ അല്ലെങ്കിൽ പട്ടികവർഗക്കാർ ആദിവാസികൾ കൂടുതലുണ്ട്. എന്നാൽ പട്ടികജാതിക്കാര് ഏറ്റവും കുറവുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ വയനാട് ജില്ല ഞാൻ പറയും. അപ്പൊ പട്ടികജാതിക്കാർ വളരെ കുറവാണ് എവിടെ? വയനാട് ജില്ലയിൽ എന്ന് നമ്മൾ ഓർത്തുവെക്കണം. ഏറ്റവും കുറവ് പട്ടികജാതിക്കാരുള്ളത് എവിടെയാണ്? വയനാട് ജില്ലയിലാണ്. ഇനി വയനാട് ജില്ലയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള രണ്ട് വിത്തിനങ്ങളാണ്, ഒന്ന് ഗന്ധകശാല, അടുത്തത് ജീരകശാല. എന്താണ് ഗന്ധകശാലയും ജീരകശാലയും? ഗന്ധകശാല ജീരകശാല എന്ന് പറയുന്നത് സുഗന്ധ നെൽവിത്തുകൾക്ക് ഉദാഹരണമാണ്. സുഗന്ധ നെൽവിത്തിനങ്ങളാണ് ഗന്ധകശാല ജീരകശാല. ഇവ രണ്ടും ഭൗമ സൂചികയിൽ ഇടം നേടിയ നെൽവിത്തുകളാണ്, ഒന്നും കൂടി ഓർത്തു വെക്കണം. അതുപോലെ ഈ അടുത്തിടെ പ്രചാരത്തിൽ വന്ന വയനാട്ടിലെ ഒരു പ്രോഡക്റ്റ് ആണ് എന്താന്ന് പറഞ്ഞാൽ വയനാടൻ കാപ്പി ട്ടോ. അതായത് ബ്രാൻഡ് ചെയ്ത് വിപണിയിൽ എത്തിക്കാൻ തീരുമാനിച്ച കേരളത്തിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാപ്പി ഇനം ഏതെന്ന് ചോദിച്ചാൽ വയനാടൻ കാപ്പിയാണ് എന്ന് നമ്മൾ ഓർത്തു വെക്കണം. ഇനി വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന തലയോട്ടിയുടെ ആകൃതിയിലുള്ള ഒരു പാറയുണ്ട് അത്രേ. ആ പാറ ഏതാന്ന് ചോദിച്ചാൽ ഫാൻറ്റം പാറയാണ്. ഏതാണ്? ഫാൻറ്റം പാറ. വയനാട് ജില്ലയിൽ തലയോട്ടിയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന പാറ ഏതാണ്? ഫാൻറ്റം പാറയാണ്. ഇനി അതുപോലെ തന്നെ പഴശ്ശിരാജ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരിയിലാണ്. പക്ഷെ എന്നാൽ പഴശ്ശി കോളേജ് സ്ഥിതി ചെയ്യുന്നത്, അത് ഞാൻ ബാലുശ്ശേരി ഇവിടെ പറയാം കാരണം പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലാണ്. അപ്പൊ തെറ്റിക്കാണ്ടിരിക്കാൻ കേട്ടോ. ഇനി തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണ്? സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രിക്കറ്റ് സ്റ്റേഡിയം കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം ആണ്. ഏതാണ്? കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം, വയനാട് ജില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ടതാണ് ചെമ്പ്ര കൊടുമുടി. അത് വയനാട് ജില്ലയിൽ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. ഇനി അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി താലൂക്കില് അമ്പുകുത്തി മല എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെയാണ് വയനാട് ജില്ലയിൽ എടയ്ക്കൽ ഗുഹ കാണപ്പെടുന്നത്. വയനാട് ജില്ലയിലെ എടയ്ക്കൽ ഗുഹ സുൽത്താൻ ബത്തേരി താലൂക്കിലെ അമ്പുകുത്തി മലയിലാണ്. അത് കണ്ടെത്തിയത് ഫ്രെഡ് ഫോസറ്റ് ആണ്. ആരാണ്? ഫ്രെഡ് ഫോസറ്റ് ആണ് കണ്ടെത്തിയത്. പ്രധാനമാണ്, ഇയാളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്.
ഇനി വയനാട് ജില്ലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം. ദക്ഷിണ കാശി എന്ന പേരിൽ അറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം എന്ന് നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ തിരുനെല്ലി ക്ഷേത്രം നമ്മളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അപ്പൊ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്നതാണ് തിരുനെല്ലി ക്ഷേത്രം ട്ടോ. അപ്പൊ ഈ എന്താ പറയുന്നത്, തിരുനെല്ലി ക്ഷേത്രത്തിന്റെ പ്രത്യേകത പാപനാശിനി പുഴയുടെ തീരത്ത് കാണപ്പെടുന്ന ക്ഷേത്രമാണ്. അപ്പൊ പിതൃകർമ്മങ്ങളൊക്കെ നടത്തുന്നതിന് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് ഈ തിരുനെല്ലി ക്ഷേത്രം. അപ്പൊ അത് പാപനാശിനി പുഴയുടെ തീരത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ എന്നും കൂടി ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് അതുപോലെ തന്നെ പക്ഷിപാതാളം നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപൂർവ ഇനം പക്ഷികളെ കാണപ്പെടുന്ന ഒരു സ്ഥലമാണ് എന്നുള്ളത് കൊണ്ടാണ് ഈ പ്രദേശത്തിന് പക്ഷിപാതാളം എന്ന് പേര് കിട്ടുന്നത്. ഇത് ബ്രഹ്മഗിരി മലനിരയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ പക്ഷിപാതാളം എവിടെയാ? ബ്രഹ്മഗിരി മലനിരയിലാണ്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട പക്ഷികളാണ് ചിത്രകൂടം പക്ഷികൾ. അപ്പൊ ചിത്രകൂടം പക്ഷികളെ എവിടെയാ കാണപ്പെടുന്നത്? ബ്രഹ്മഗിരി മലയിലെ പക്ഷിപാതാളത്തിൽ കാണപ്പെടുന്നു. ഇനി വയനാട് ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ചെമ്പ്ര കൊടുമുടിയാണ്. അതുപോലെ തന്നെ വയനാട് ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട വേറൊരു സംഭവമാണ് ചുരം, താമരശ്ശേരി ചുരം അല്ലെ. നമ്മളോട് ചോദിക്കാം താമരശ്ശേരി ചുരം, അതുപോലെ തന്നെ പെരിയ ചുരം, ഇതൊക്കെ വയനാട് ജില്ലയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ്. അപ്പൊ വയനാട് ജില്ലയെ മൈസൂരുമായി ബന്ധിപ്പിക്കുന്ന ചുരങ്ങൾ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താമരശ്ശേരി ചുരവും അതുപോലെ തന്നെ പെരിയ ചുരവും നമ്മൾ ഉത്തരം പറയണം, പ്രധാനമാണ്. ഇനി അടുത്തത് അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ചെങ്ങല എന്നാണ് ക്ഷേത്രത്തിന്റെ പേര്. ആ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഈ ചെങ്ങല എന്ന് പറയുന്ന ക്ഷേത്രവുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആദിവാസി ഉണ്ട്. ആദിവാസിയുടെ പേര് കരിന്തണ്ടൻ എന്നാണ്. അപ്പൊ കരിന്തണ്ടൻ എന്ന ആദിവാസിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വയനാട് ജില്ലയിലെ ക്ഷേത്രം ചെങ്ങല ക്ഷേത്രമാണ്. വയനാട്ടിലേക്ക് എത്താനായിട്ട് ലോകത്തിലുള്ള ആൾക്കാർക്ക് മുഴുവൻ രഹസ്യ വഴി കാട്ടിത്തന്ന എന്താ പറയുന്നത് ആദിവാസി നേതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും കരിന്തണ്ടൻ എന്നാണ് നമ്മൾ ഉത്തരം പറയേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ വയനാട് ജില്ലയില് പനമരം എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട്. പനമരം ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ജൈനമത ക്ഷേത്രമാണ്. വയനാട് ജില്ലയിലെ പ്രസിദ്ധമായിട്ടുള്ള ജൈനമത ക്ഷേത്രം ഏതാ? പനമരം ക്ഷേത്രം. ഇനി വയനാട് ജില്ലയിലെ വേറൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് വള്ളിയൂർക്കാവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രം ഉണ്ട് വയനാട് ജില്ലയിൽ. ഏതാണ്? വള്ളിയൂർക്കാവ്. എന്താ വള്ളിയൂർക്കാവിന്റെ പ്രത്യേകത എന്താ അറിയോ? സോപാന നൃത്തം, അതുപോലെ തന്നെ കളമെഴുത്ത് പാട്ട്, ഈ അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിലെ ക്ഷേത്രം ഏതാന്ന് ചോദിക്കാം. കളമെഴുത്ത് പാട്ട്, സോപാന നൃത്തം, ഇതൊക്കെ വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ഇനി വയനാട് ജില്ലയിലെ 1-2 സ്ഥാപനങ്ങൾ ഓർക്കുക. ഒരു സ്ഥാപനം നമ്മൾ നേരത്തെ പറഞ്ഞു, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി പൂക്കോടാണ്. അടുത്തത് അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ്. അംബേദ്കർ മെമ്മോറിയൽ റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഡെവലപ്മെന്റ് എവിടെയാണ്? കൽപ്പറ്റയിലാണ്. അതുപോലെ തന്നെ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ, MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ പുത്തൂർ വയലിലാണ്. എവിടെയാണ്? പുത്തൂർ വയലിലാണ്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ അമ്പലവയലിലാണ്. റീജിയണൽ അഗ്രികൾച്ചർ റിസർച്ച് സെന്റർ അമ്പലവയലിലാണ്. ഇനി അടുത്തത് നമ്മുടെ ഒരു വയനാട് ജില്ലയിലെ ഒരു സ്ഥലമാണ് പൊഴുതന എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. സ്ഥലത്തിന്റെ പ്രത്യേകത അന്താരാഷ്ട്ര മൗണ്ടൈൻ സൈക്ലിങ്ങിന് വേദിയായ കേരളത്തിലെ ആദ്യത്തെ സ്ഥലം. അന്താരാഷ്ട്ര മൗണ്ടൈൻ സൈക്ലിങ്ങിന് വേദിയായ കേരളത്തിലെ ആദ്യത്തെ സ്ഥലം പൊഴുതന കേട്ടോ. അതുപോലെ തന്നെ സംസ്ഥാനത്ത് ആദ്യമായിട്ട് മൃഗ ആംബുലൻസ് ഏർപ്പെടുത്തിയത് എവിടെയാണെന്ന് ചോദിച്ചാൽ സുൽത്താൻ ബത്തേരിയിലാണ്. സംസ്ഥാനത്ത് ആദ്യമായിട്ട് മൃഗ ആംബുലൻസ് ഉൾപ്പെടുത്തിയത്. ഇനി അതുപോലെ തന്നെ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലകളാണ് 2 എണ്ണം. ഒന്ന് വയനാടും അടുത്തത് പാലക്കാട്. അപ്പോൾ വയനാടും പാലക്കാടും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ലകളാണ്. ഇത്രയാണ് കേരളത്തിൽ വയനാട് ജില്ലയെ കുറിച്ച്. ഇത്രയല്ല, ഇനിയും ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഫാക്ട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം ഉണ്ട്. അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മളിവിടെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ കൂടുതൽ പറഞ്ഞ് നമ്മൾ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ബാക്കിയൊക്കെ ഫാക്ട്സും ഹിസ്റ്ററിയും പഠിക്കുമ്പോൾ നിങ്ങൾ അതിന്റെ കൂടെ പഠിച്ചു പൊക്കോളും. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഈ വയനാടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായി ചാനൽ കാണുന്ന കുട്ടികളാണ്, ചാനലിൽ ഓരോ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.